ഇന്ന് നമ്മളൊരു എഞ്ചിനീയറിംഗ് അത്ഭുതത്തിൻ്റെ കഥ പറയാൻ പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ചെനാബ് ബ്രിഡ്ജ്. ജമ്മു കശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് 359 മീറ്റർ മുകളിൽ ഹിമാലയത്തിൻ്റെ പരുഷമായ മലനിരകൾക്കിടയിൽ ഈ പാലം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. ഏഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരമുള്ള ഈ പാലം ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവിൻ്റെ പ്രതീകമായി തല ഉയർത്തി നിൽക്കുകയാണ്. എന്താണ് ഈ പാലത്തെ ഇത്ര സവിശേഷമാക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യയുടെ അഭിമാനമായി മാറിയത്? ഔദ്യോഗികമായി ചെനാബ് റെയിൽ പാലം എന്നറിയപ്പെടുന്ന ചെനാബ് ബ്രിഡ്ജ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലവും ആർക്ക് ബ്രിഡ്ജുമാണ്. ജമ്മു കശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കാൽ ഖൗരി മേഖലകൾക്കിടയിൽ ചെനാബ് നദിയുടെ ആഴമേറിയ മലയിടുക്കിന് മുകളിൽ 359 മീറ്റർ ഉയരത്തിൽ ഈ പാലം സ്ഥിതി ചെയ്യുന്നു. 1315 മീറ്റർ നീളം, 1 കിലോമീറ്ററും 300 മീറ്ററും നീളം, 17 സ്പാനുകൾ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഈ പാലത്തിന്റെ പ്രധാന ആർക്ക് സ്പാൻ 467 മീറ്റർ നീളമുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ ആർക്കുകളിൽ ഒന്ന്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് 1486 കോടി രൂപ ചിലവിൽ ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ, VSL ഇന്ത്യ, ദക്ഷിണ കൊറിയയിലെ അൾട്രാ കൺസ്ട്രക്ഷൻ എന്നിവർ ചേർന്ന് സംയുക്ത സംരംഭമായാണ് ഈ പാലം പൂർത്തിയാക്കിയിരിക്കുന്നത്. 1970 പോകണം. അന്ന് കേന്ദ്ര സർക്കാർ ജമ്മുവിനെയും ശ്രീനഗറിനെയും ബന്ധിപ്പിച്ച് റെയിൽവേ കൊണ്ടുവരാൻ പദ്ധതിയിട്ടു. അങ്ങനെയാണ് ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് അഥവാ USBRL എന്ന പദ്ധതി നിലവിൽ വരുന്നത്. ചെനാബ് പാലവും ഈ പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാവുകയാണ്. കശ്മീർ താഴ്വരയെ ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഈ റെയിൽ പാത കശ്മീരിൻ്റെ എല്ലാ കാലാവസ്ഥയിലുമുള്ള ഗതാഗത ബന്ധം ഉറപ്പാക്കുന്ന പദ്ധതിയായിരുന്നു USBRL പ്രൊജക്ട്. 2002 ഈ പ്രൊജക്റ്റ് ദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയായി പ്രഖ്യാപിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് മഞ്ഞുകാലത്ത് റോഡ് ഗതാഗതം തടസ്സപ്പെടുമ്പോൾ ഈ പാലം പ്രധാന ഇടനാഴിയായി വർത്തിക്കും. 2022 ഓഗസ്റ്റിൽ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 2024 ജൂണിൽ ആദ്യ ട്രയൽ റൺ വിജയകരമായി നടന്നു. ഇന്ന് 2025 ജൂൺ 6 ഒരു വർഷത്തിന് ശേഷം ഈ പാലം ഔദ്യോഗികമായി റെയിൽ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുകയാണ്. ഹിമാലയ മലനിരകൾക്കിടയിലൂടെ ന്യൂഡൽഹിയിൽ നിന്ന് ഏകദേശം 600 കിലോമീറ്റർ വടക്കാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ചെനാബ് നദി ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും പ്രധാന നദികളിലൊന്നാണ്. മിയാർ, നെല്ല, ബൂട്ട് തുടങ്ങിയ ഉപനദികളാൽ സമ്പന്നവുമാണ്. ഈ പ്രദേശം ഒരു സോൺ വി ഭൂകമ്പ മേഖലയാണ്. അതായത് റിക്ടർ സ്കെയിലിൽ 8 വരെ അടയാളപ്പെടുത്താവുന്ന അത്ര തീവ്രതയുള്ള ഭൂകമ്പങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ ഈ മേഖലയിൽ 266 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റടിക്കാറുണ്ട്. പലപ്പോഴും -20 ഡിഗ്രി താപനില അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ നിരവധി ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളുള്ള സ്ഥലം. അതിനെയെല്ലാം നേരിടാനുള്ള കരുത്ത് പാലത്തിന് വേണം. അങ്ങനെയുള്ള പാലം നിർമ്മിച്ചതാണ് ഒരു അസാധാരണ എഞ്ചിനീയറിംഗ് സംരംഭമാക്കി ചെനാബ് പാലത്തെ മാറ്റിയിരിക്കുന്നത്. 2024 ജൂണിൽ ചെനാബ് പാലത്തിലൂടെ ആദ്യ ട്രയൽ റൺ വിജയകരമായി നടന്നു. ഒരു വർഷത്തിന് ശേഷം ഇന്നു മുതൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ ഈ പാലത്തിലൂടെ ഓടിത്തുടങ്ങും. USBRL പദ്ധതിയുടെ 111 കിലോമീറ്റർ നീളമുള്ള കത്ര ബനിഹാൽ റൂട്ടിന്റെ നിർണായക ഭാഗമാണ് ഈ പാലം. നിലവിൽ ശ്രീനഗർ ജമ്മു ദേശീയപാതയാണ് കശ്മീരിനെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഗതാഗത മാർഗം. കശ്മീരിലേക്ക് യാത്ര പോയവർക്കറിയാം, ദുർഘടമായ പാതയിലൂടെ മണിക്കൂറുകൾ വാഹനത്തിൽ സഞ്ചരിക്കണം. എന്നാൽ മഞ്ഞുകാലത്തുമല്ലാതെയും പലപ്പോഴും ഈ പാത അടക്കപ്പെടുകയോ അപകടങ്ങൾ മൂലം യാത്ര തടസ്സപ്പെടുകയോ ചെയ്യാറുണ്ട്. ചെനാബ് പാലം തുറന്നതോടെ എല്ലാ കാലാവസ്ഥയിലും ഇനി റെയിൽ ഗതാഗതം സാധ്യമാകും. കശ്മീരിൻ്റെ ഗതാഗതത്തെ ഇത് വിപ്ലവകരമാക്കി മാറ്റും. കൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ഈ തന്ത്രപ്രധാന മേഖലയിൽ പല സുരക്ഷാ ആവശ്യങ്ങൾക്കും ഈ പാലം നിർണായകമാണ്. ലോകോത്തര സവിശേഷതകൾ നിറഞ്ഞതാണ് ചെനാബ് പാലത്തിൻ്റെ എഞ്ചിനീയറിംഗ്. 28,660 ടൺ സ്റ്റീൽ, 66,000 ഘനമീറ്റർ കോൺക്രീറ്റ്, 84 കിലോമീറ്റർ ബോൾട്ടുകളും കേബിളുകളും ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 120 വർഷത്തെ ആയുസ്സുണ്ട് പാലത്തിന്. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ ട്രെയിനുകൾ കടന്നുപോകാൻ പാകത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പാലത്തിന്റെ പ്രധാന ആർക്ക് കോൺക്രീറ്റ് നിറച്ച സ്റ്റീൽ ബോക്സുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 266 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിനെ പോലും ചെറുക്കാൻ ഈ പാലത്തിന് സാധ്യതയുണ്ട്. റിക്ടർ സ്കെയിലിൽ 8 തീവ്രതയുള്ള ഭൂകമ്പത്തെ അതിജീവിക്കുന്നതിന് പുറമെ 40 ടൺ TNT സ്ഫോടനത്തിന്റെ ശക്തിയെ താങ്ങാനും പാലത്തിന് കഴിയും.
DRDOയുടെ സഹായത്തോടെ ഈ പാലം ബ്ലാസ്റ്റ് പ്രൂഫ് ആക്കിയിട്ടുണ്ട്. അതായത് എത്ര തീവ്രവാദ ആക്രമണങ്ങൾക്കെതിരെ പോലും സുരക്ഷിതമാണ് ഈ പാലം എന്നർത്ഥം. ചെനാബ് പാലം ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മികവിന്റെ പ്രതീകമാണ്. IITകൾ, DRDO, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എല്ലാവരുടെയും സഹകരണത്തോടെ ഫിൻലാൻഡിലെ WSC, ജർമ്മനിയിലെ ലിയോൺ ഹാർട്ട്, ആന്ധ്ര ആൻഡ് പാർട്ട്ണർ എന്നിവയുടെ അന്താരാഷ്ട്ര വൈദഗ്ധ്യം ഉപയോഗിച്ചാണ് ഈ പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 1300-ലധികം തൊഴിലാളികൾ, 300 എഞ്ചിനീയർമാർ, 20 വർഷത്തെ കഠിനാധ്വാനം, ഇതൊക്കെയാണ് ഈ പാലത്തെ പൂർത്തിയാക്കാൻ സാധിച്ച ഘടകങ്ങൾ. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിവിൽ എഞ്ചിനീയറിംഗ് വെല്ലുവിളിയായിരുന്നു ചെനാബ് ബ്രിഡ്ജ്. പരിമിതമായ റോഡ് സൗകര്യങ്ങൾ, വൈദ്യുതിയില്ലായ്മ, കാലാവസ്ഥാ പ്രതിസന്ധികൾ ഇവയെല്ലാം മറികടന്ന് ഈ പാലം ഇപ്പോൾ പൂർത്തിയാക്കി നാടിന് തുറന്നുകൊടുത്തിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ USBRL പദ്ധതിക്കായി ബജറ്റ് 6 ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചത്. ഈ പദ്ധതിയുടെ ദേശീയ പ്രാധാന്യം ഈ ബജറ്റ് പോലും എടുത്തു കാണിക്കുന്നുണ്ട്. ചെനാബ് പാലം കശ്മീരിന്റെ സാമ്പത്തിക, സാമൂഹിക, തന്ത്രപ്രധാന മേഖലകളിൽ വലിയ മാറ്റം വരുത്തും. കശ്മീരിന്റെ 70% ജനങ്ങളും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ആപ്പിൾ, പ്ലം ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഡൽഹിയിലേക്ക് എത്തിക്കാൻ ട്രക്കുകൾക്ക് 2 ദിവസം വേണമെങ്കിൽ ഈ പാലം വരുന്നതോടെ റെയിൽ മാർഗം ഇനി വേഗത്തിലുള്ള ഗതാഗതവും ചരക്ക് നീക്കവും സാധ്യമാവുകയാണ്. കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കും. കശ്മീർ സന്ദർശിക്കുന്നവർക്ക് ഈ പാലം ഇനിയൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറും. 359 മീറ്റർ ഉയരത്തിൽ മേഘങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുന്ന വന്ദേ ഭാരത് ട്രെയിൻ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ഇത് ആകർഷിക്കുമെന്ന് പറയാതെ വയ്യ. കശ്മീർ താഴ്വരയെ ഇന്ത്യയുമായി കൂടുതൽ അടുപ്പിക്കുന്നതിന്, സാംസ്കാരികവും സാമൂഹികവുമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് എല്ലാം ചെനാബ് പാലം ഒരു നിമിത്തമാവാൻ പോവുകയാണ്. ചെനാബ് പാലം വെറുമൊരു പാലമല്ല, ഇത് ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തിന്റെ, നവീനതയുടെ, ഐക്യത്തിന്റെ പ്രതീകമാണ്. 20 വർഷത്തെ വെല്ലുവിളികളെ അതിജീവിച്ച് ഹിമാലയത്തിന്റെ മനോഹരമായ മലനിരകൾക്കിടയിൽ ഈ പാലം കശ്മീരിനെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കും.